ഒരു ഓട്ടോറിക്ഷ എടുത്ത് ഓടാൻ തീരുമാനിച്ചു. സിനിമ കഴിഞ്ഞ സ്ഥിതിക്ക് നോക്കിയാൽ രാജേഷ് പിന്നെ 7ാം ക്ലാസ്സിലെ പഠിച്ചിട്ടുള്ളൂ. രതീഷിന് പൊക്കമുണ്ട്, വണ്ണമുണ്ട്, മസിലുണ്ട്. രാജേഷിന് പൊക്കമില്ല, വണ്ണമില്ല, മസിലില്ല, 7 വരെ പഠിച്ചിട്ടുള്ളൂ. ഇവർ രണ്ടും കൂട്ടുകാരാണ്. ഒരു ഓട്ടോ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം രാത്രിയിൽ ഒരു ടിപ്പർ ലോറി പാഞ്ഞു വന്ന് ഈ ഓട്ടോ സ്റ്റാൻഡിൽ കയറി ആരോഗ്യ ദൃഢഗാത്രനായ മസിൽമാനായ ഡിഗ്രിക്കാരനായ രതീഷ് അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഒന്നും പറ്റിയില്ല. പാവ 7ാം ക്ലാസ്സുകാരനായ സ്ഥൂലശരീരിയായ രാജേഷിന്റെ കയ്യും കാലും ടിപ്പർ കയറി അരങ്ങിപ്പോയി. കഴിഞ്ഞ 10 കൊല്ലമായി രാജേഷ് വീൽ ചെയറിലാണ്, വീട്ടിലാണ്. രതീഷ് ഇപ്പോഴും എന്നും ഓട്ടോറിക്ഷ ഓടിക്കുന്നുണ്ട്. വൈകുന്നേരം 1000 രൂപ ഭാര്യയ്ക്ക് കൊണ്ട് കൊടുക്കുന്നുണ്ട്. രാജേഷിന്റെ അവസ്ഥ വളരെ ശോകമായിരിക്കും. അതെ, പക്ഷേ കാലിൽ ട്വിസ്റ്റ്. അതായത് 10 കൊല്ലമായി വീൽ ചെയർ ഇരിക്കുന്ന രാജേഷിന്റെ ജീവിതത്തിൽ വലിയ പെർമനന്റ് ഡിസബിലിറ്റി ആയിട്ട് വലിയ തുക ഇൻഷുറൻസിൽ കിട്ടിയ പൈസ രാജേഷ് അടിച്ചുപൊട്ടിച്ച് തീർത്തില്ല. എന്ത് ചെയ്തു? 10 ഓട്ടോറിക്ഷ വാങ്ങിച്ച് അതേ സ്റ്റാൻഡിൽ ഓടാനുണ്ട്. 10 സുഹൃത്തുക്കൾ ഇപ്പൊ എല്ലാ ദിവസവും വൈകുന്നേരം ഓട്ടോയുടെ വാടക ഇനത്തിൽ വീൽ ചെയർ തള്ളി പടിയിൽ വന്നിരിക്കുന്ന രാജേഷിന്റെ കയ്യിൽ രാത്രി 9 മണിക്കോ 9:30ക്കോ ഇടയ്ക്ക് 10 ഓട്ടോറിക്ഷക്കാരും 500 രൂപ വെച്ചുകൊണ്ട് കൊടുക്കും. രാജേഷിന് വൈകുന്നേരം എത്ര രൂപ കിട്ടും? 5000. ഇപ്പോഴും ഓട്ടോ ഓടിക്കൊണ്ടിരിക്കുന്ന ഡിഗ്രിക്കാരനായ മസിൽമാനായ രതീഷിന് 1000 രൂപ കിട്ടത്തുള്ളൂ. ഇത് മനസ്സിലായവർക്ക് ഇങ്ങോട്ട് കടന്നു വരാം, മനസ്സിലാകാത്തവർക്ക് ഇന്നത്തെ രണ്ട് നമുക്ക് പോയിട്ടുണ്ട്. ഹലോ, ഇത് മനസ്സിലാക്കിയ ആളുകൾക്ക് വരാമെന്ന് പറയാൻ കാര്യം, ഒറ്റയ്ക്ക് ജോലി ചെയ്ത് ജീവിതത്തിൽ അത്ഭുതങ്ങൾ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച ആൾക്കാർ തിങ്ങി പറക്കുന്ന നാടായിട്ട് ആര് മാറി? ഈ കേരളം മാറിയിട്ടുണ്ട്. ബിസിനസിനെ കുറിച്ച് നമുക്ക് ചിന്തിച്ചുള്ളൂ. നമ്മുടെ ആൾക്കാരുടെ സംസ്കാരം തന്നെ മാറേണ്ടിയിരിക്കും. ബിസിനസിനെ കുറിച്ച് ചിന്തിക്കേണ്ടിയിരിക്കും. അപ്പോൾ എല്ലാവർക്കും പറ്റുമെന്നേ വല്ലതും ചെയ്യാൻ. ജോലി മാത്രമാണ് ജീവിതത്തിലൂടെ 8, 10, 12 മണിക്കൂർ കൊണ്ട് അത്ഭുതം ഉണ്ടാക്കാം എന്ന് വിചാരിക്കുന്ന സിസ്റ്റം നമുക്ക് മാറേണ്ടിയിരിക്കുന്നു. രാജേഷ് എന്ന ചെറുപ്പക്കാരനുള്ള വിദ്യാഭ്യാസത്തിന്റെ പേര് ശാസ്ത്രീയമായി പറഞ്ഞാൽ എക്കണോമിക് ലിറ്ററസി, സാമ്പത്തിക സാക്ഷരത. രതീഷിനുള്ളത് അക്കാഡമിക് ലിറ്ററസി. ഡിഗ്രിക്കാരന് മാത്രമേ ഉള്ളൂ, ഓർമ്മയില്ല. ഇനി നിങ്ങൾ നോക്കിയാൽ ഇതാണ് ഇന്ന് കേരളത്തിൽ ഏറ്റവും വലിയ 100 കോടീശ്വരന്മാരെ എടുത്ത് വെച്ച് നോക്കിയാൽ ഇത് 99% ആൾക്കാർ 8 മണിക്കൂർ ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കിയവരല്ല. കേരളത്തിൽ 100 ആശുപത്രികൾ എടുത്ത് നോക്കി, 100 ആശുപത്രിയിൽ 90 ആശുപത്രിയുടെയും ഉടമസ്ഥർ ഡോക്ടർമാരല്ല, മറിച്ച് സ്കൂളിൽ പോലും പോകാത്ത ബിസിനസ്സുകാർ. ഹൃദയം പറയും തരുമല മതി. ഹലോ, വമ്പൻ പരസ്യം ചെയ്ത് ഇവര് നടത്തുകയാണ്. എങ്ങനെ? സ്കൂളിൽ പോലും പോകാത്ത ഈ ബിസിനസ്സുകാരൻ നല്ല വിദ്യാഭ്യാസമുള്ള, കഷ്ടപ്പെട്ട് പഠിച്ച് MBBS പാസ്സായ എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടേഴ്സിന് വലിയ പാക്കേജ് കൊടുത്ത് അങ്ങനത്തെ 10, 20, 30, 50, 100 ഡോക്ടേഴ്സിന് വെച്ച് വലിയ ഹോസ്പിറ്റൽ 400-500 ബെഡ് വെച്ച് BSc നഴ്സിംഗ് കഴിഞ്ഞ ആൾക്കാരെ വെച്ച് വലിയ സെറ്റപ്പിൽ വ്യവസായ സ്ഥാപനങ്ങളെ തോപ്പിക്കുന്ന രീതിയിൽ പരസ്യം ചെയ്തുകൊണ്ട് ആശുപത്രികൾ നടത്തുന്നു. എസോർണോ? ബൈക്കിന്റെയും കാറിന്റെ ഷോറൂം വയ്ക്കുക. ബൈക്കിന്റെയും കാറിന്റെ ഷോറൂമിൽ ബൈക്ക് വിൽക്കാനും കാർ വിൽക്കാനും ഡിഗ്രി വേണം, MBA വേണം. ഷോറൂം തുടങ്ങാൻ സ്കൂളിൽ പോലും പോട്ടെ. ഹലോ, പത്രങ്ങളും മാധ്യമങ്ങളും സ്ഥാപനങ്ങളും നടത്തണമെങ്കിൽ സ്വാഭാവികമായി ഒരു വിദ്യാഭ്യാസത്തിന്റെ ആവശ്യമില്ല. കാശ് മാത്രം ഉണ്ടായാൽ മതി. ജോലി ചെയ്യണോ? നല്ല വിദ്യാഭ്യാസമാണ്. അതായത് കൂടുതൽ ആൾക്കാരെ വെച്ച് കുറഞ്ഞ ചെലവിൽ എങ്ങനെ എഫക്റ്റീവായി പ്രവർത്തിപ്പിക്കാം എന്നുള്ളതാണ് ലോകത്ത് എല്ലാവരും നോക്കുന്നത്. ഞാൻ ഈ ബിസിനസ്സിൽ കണ്ട ഇതിനെക്കുറിച്ച് ആഴത്തിൽ ഞാൻ പഠിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ തമാശ പൊട്ടനാണെന്ന് പറയുന്നെങ്കിൽ പൊട്ടണമെന്നല്ല. ഞാൻ ആഴത്തിൽ എന്നെ ഈ ബിസിനസ് ചെയ്യിച്ച പ്രധാനപ്പെട്ട മനസ്സിലായി സാറേ പൊട്ടനാണ്. അപ്പോ പിന്നെ ഈ ഡയറക്ഷനെ കുറിച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കൊട്ടേഷൻ ഇങ്ങനെയാണ്: നിങ്ങൾ 3, 4 തലമുറകളായി അനുഭവിച്ചു വരുന്ന സകല ദാരിദ്ര്യവും ഒറ്റ തലമുറ കൊണ്ട് അവസാനിപ്പിക്കാൻ പറ്റുന്ന, ആ ദാരിദ്ര്യത്തിന്റെ കണ്ണി ഒറ്റ ജനറേഷനെ കൊണ്ട് കട്ട് ചെയ്ത് കളയിക്കാൻ പറ്റുന്ന ഒന്നാമതൊരു ഇൻഡസ്ട്രി ലോകത്ത് ഡയറക്ട് സെല്ലിംഗ് മാത്രമേ. എല്ലാ ദിക്കിലും പഠിച്ചിട്ടുണ്ട്, എല്ലാ രീതിയിലും ബിസിനസിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്, ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്, സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്, പ്രതിസന്ധികളിലൂടെ പോയിട്ടുണ്ട്, ഒത്തിരി ആൾക്കാർ ഉയർച്ച വീഴ്ചകൾ കണ്ടിട്ടുണ്ട്. ഇതിന്റെയൊക്കെ അനുഭവത്തിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ് ഡയറക്ട് സെല്ലിംഗ് ബിസിനസ് ഒരു വ്യക്തിക്ക് കടന്നു വരാൻ പറ്റുന്ന ഒന്നാമതരം ബിസിനസ്. പിന്നെ ചെറിയൊരു കുഴപ്പം പറ്റി ഡയറക്ട് സെല്ലിംഗ് എന്ന വ്യാജേന ഇഷ്ടംപോലെ ബിസിനസ്സുകൾ നമ്മുടെ നാട്ടിലുണ്ട്. യെസ്, ശരിയാണല്ലോ. അതുകൊണ്ടാണ് നമ്മൾ പറയുമ്പോൾ ആൾക്കാർ പുറകോട്ട് പോകണം. ഉദാഹരണം ഞാൻ എളുപ്പത്തിൽ പറയാം. 1970-കളിൽ ഒരു ചെറുപ്പക്കാരൻ എന്ത് വേണമെന്ന് ചോദിച്ചാൽ എല്ലാവരും പറയും എനിക്കൊരു വിസ കിട്ടി എവിടെയെങ്കിലും രക്ഷപ്പെടണം. അന്നാണ് വിസ തട്ടിക്കൂടാതെ. 1990 മനോരമ ഞാൻ നോക്കിയപ്പോൾ ഹർഷദ് മേത്ത കുംഭകോണം 2 പേരുകൾ വാർത്തയാണ്. ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മ എന്താ കുംഭകോണം? അമ്മ ഒരു തമിഴ്നാട്ടിൽ സ്ഥലമാണ്. പാവം അമ്മയ്ക്ക് അറിയത്തില്ല ഹർഷദ് മേത്ത കുംഭകോണം എന്താണ്, ഓഹരി എഴുതുക. അപ്പോഴാണ് ഓഹരി യൂണിയൻ തട്ടിക്കൂടുന്നത്. ശരിയാണല്ലോ. ഇൻഷുറൻസ് വന്നു, ഇൻഷുറൻസ് തട്ടിക്കൂടാൻ. ഇന്റർനെറ്റ് വന്നു, 96 സ്കൂളുകളിൽ ഇന്റർനെറ്റ് കൊണ്ടുവന്നു, കമ്പ്യൂട്ടർ കൊണ്ടുവന്നു, ഇന്റർനെറ്റ് തട്ടിക്കൂടാൻ. ടെലികോം വന്നു, ഇങ്ങോട്ടൊരു കോൾ വന്നു, നമ്മൾ 16 അങ്ങോട്ട് കൊടുത്ത് തുറക്കുന്നുണ്ടോ? ഇനി നിങ്ങൾ ഈ മേഖലയെ കുറിച്ച് ഇപ്പം ആലോചിച്ച് നോക്കി.
അതായത് 1970-കളിൽ വിസ തട്ടിപ്പും വിദേശ നിയമ തട്ടിപ്പും കൂടി ഇപ്പോൾ സർക്കാർ ഇടപെട്ടു. ഫെറ എന്നൊരു നിയമം കൊണ്ടുവന്നു, ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേഷൻ ആക്ട്. ഇന്ന് ആ വിസ തട്ടിപ്പ് പഴയ പോലെ ഉണ്ടോ? ഓഹരി കൂടി തട്ടിപ്പ് കൂടി സർക്കാർ ഇടപെട്ട് സെബി കൊണ്ടുവന്നു, സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. ഇന്ന് ഓഹരി കൂടി ഇല്ലാതെ ഇന്ത്യ ചലിക്കുമോ? ഇന്റർനെറ്റ് തട്ടിപ്പ് കൂടി 2002 സൈബർ ലോ കൊണ്ടുവന്നു. ഇന്നിവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഇന്റർനെറ്റ് കണക്ഷൻ ഉണ്ടോ ഇല്ലയോ? ടെലികോം തട്ടിപ്പ് കൂടി 2G 3G അഴിമതി സർക്കാർ ട്രൈ കൊണ്ടുവന്നു, ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ കൊണ്ടുവന്നു. ഇൻഷുറൻസ് തട്ടിപ്പ് കൂടി സർക്കാർ IRDA കൊടുക്കുന്നു. 50 ലക്ഷം കൂടുതൽ ഇന്ത്യയിൽ ഇൻഷുറൻസ് കൊണ്ട് ജീവിക്കുന്നുണ്ട്. അതായത് രാജ്യത്ത് മൂല്യമുള്ള എല്ലാ ബിസിനസ്സുകളും ഒറിജിനൽ വരുന്നതിന് ഡ്യൂപ്ലിക്കേറ്റ് വരും തട്ടിപ്പ് വരും. ആ തട്ടിപ്പ് കൂടുന്ന സമയത്ത് മേഖല പവർഫുൾ ആണെന്ന് അറിയാവുന്ന സർക്കാർ നിയമനിർമ്മാണം നടത്തും. അതുപോലെ ഡയറക്ട് സെല്ലിങ്ങിനും നിയമനിർമ്മാണം നടത്തി ഡയറക്ട് സെല്ലിങ്ങിന്റെ സുവർണ കാലഘട്ടം തുടങ്ങുകയായി. ഈ നിയമങ്ങൾ കണ്ടു പറഞ്ഞ നാളില്ലേ ഇതിന്റെ മാറ്റങ്ങൾ? INTUC, CATU, AITUC, BMS ഒക്കെ ട്രേഡ് യൂണിയൻ ഉണ്ടാക്കി ശക്തമായി രംഗത്ത് ആൾക്കാരെ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ജീവിതം മാറും. ആദ്യം നിന്ന് കാണുന്ന 4-5 ആൾക്കാർ നെഗറ്റീവ് ഒക്കെ പറയാം, അത് കാര്യമൊന്നുണ്ട്. നമ്മുടെ ഉള്ളിൽ മരുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. മരുന്നെന്ന് പറഞ്ഞാൽ വിജയിക്കാനുള്ള തീയുണ്ടോ ഇത് നോക്കണം. മരുന്നുണ്ടെങ്കിൽ സംഭവം ഒക്കെയാണ്, മരുന്നില്ലെങ്കിൽ പോകാം. മരുന്നുണ്ടോ ഇല്ലയോ, വിജയിക്കണം എന്നുള്ള തീവ്രമായ ആഗ്രഹമുണ്ടോ, റിപ്പീറ്റ് ചെയ്ത് ഫെയിലിയർ നേരിടാനുള്ള കരുത്തുണ്ടോ? പണപ്രയാസം വേണ്ട, ഉള്ളി മനപ്രയാസം. അതിനെ അതിജീവിക്കാനുള്ള മനസ്സുണ്ടോ എന്ന് മാത്രം നോക്കുക. വിജയിച്ചവരുമായി ബന്ധപ്പെട്ടാൽ നിൽക്കുന്നത്. പണ്ട് ലാസ്റ്റ് പോയില്ല, 30 സെക്കൻഡ് തോന്നി കരുനാപ്പള്ളി 4 ചെറുപ്പക്കാർ ഒരു ലോട്ടറി എടുത്തു. എന്നൊരു വീട്ടിൽ തോന്നി ഭാര്യയോട്, ഞങ്ങൾ 4 രൂപ ലോട്ടറി എടുത്തു, അടിച്ചാൽ 20 കോടി. ഇത് കിട്ടിയ ഭാര്യ അപ്പം തന്നെ പറഞ്ഞു, വെറുതെ 100 രൂപ. ആ 100 രൂപയുടെ 2 പാക്കറ്റ് പാല് വാങ്ങിക്കായിരുന്നു, അല്ലെ ബ്രെഡ് വാങ്ങിക്കായിരുന്നു, അല്ലെങ്കിൽ നിങ്ങളോട് എന്നിറങ്ങിയോ അങ്ങോട്ട് എൻ്റെ ജീവിതം ദുരിതമാണ്. പാവം 1000 രൂപയ്ക്ക് ജോലി ചെയ്തു, 100 രൂപ മുടക്കി ഒരു ലോട്ടറി എടുത്തൊരു ക്രിമിനൽ കുറ്റം ചെയ്തു. അതിന് അന്ന് രാത്രി മുഴുവൻ അതിനെ പീഡിപ്പിച്ചു. അങ്ങനെ അവൻ ഭയന്ന് പേടിച്ച് രാത്രി കിടന്നു. 3 ദിവസം കഴിഞ്ഞപ്പോൾ ഇതിന് 20 കോടി അടിച്ചു. ഇതറിഞ്ഞ ഭാര്യ ചേട്ടൻ്റെ കൈ കയറി പിടിച്ചു. എന്നാലും ചേട്ടാ എടുത്തപ്പോൾ എന്തിനാ ഷെയർ എടുത്ത് ഒറ്റയ്ക്ക് എടുത്താൽ പോലെ. ഇതാണ് സക്സസിന്റെ അർത്ഥം. വിജയിക്കുന്നതിന്റെ തലേന്ന് വരെ കൂടെ താമസിക്കുന്നവരെ കുറ്റപ്പെടുത്തും. വിജയിച്ചു കഴിഞ്ഞാലോ ഇവര് പറയും, ചേട്ടന്റെ പോക്ക് കണ്ടപ്പോഴേ എനിക്കറിയായിരുന്നു ചേട്ടൻ വിജയിക്കുന്നു. അതുകൊണ്ട് വിജയിക്കുക എന്നുള്ളത് മാത്രമാണ് മറുപടി എന്ന് തിരിച്ചറിഞ്ഞ് ഇന്നു മുതൽ ശക്തമായി പ്രവർത്തിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വളരെ ഭംഗിയായിട്ട് ഈ ബിസിനസ് നമുക്ക്